കോഴിക്കോട് നഗരത്തിൽ പട്ടാപ്പകൽ നടന്ന വൻ കവർച്ചയുടെ നടുക്കത്തിലാണ് നാട്. സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തത് പന്തീരാങ്കാവ് മാങ്കാവ് റോഡിൽ വെച്ചാണ്. ഇസാഫ് ബാങ്കിലെ ജീവനക്കാരൻ അരവിന്ദിൽ നിന്നും പണം തട്ടിയെടുത്ത് മുങ്ങിയ പ്രതിയെ തിരിച്ചറിഞ്ഞു. സ്കൂട്ടറിലെത്തി പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് രക്ഷപ്പെട്ട പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻലാലിനു വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഇയാളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന് പറഞ്ഞാണ് അരവിന്ദിനെ ഷിബിൻലാൽ വിളിച്ചു വരുത്തിയത്. സംഭവത്തിന് പിന്നിൽ വൻ ആസൂത്രണമുണ്ടെന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായ അരവിന്ദിന്റെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ ഉൾപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള ബാഗാണ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്. പന്തീരാങ്കാവിൽ നിന്ന് മാങ്കാവിലേക്ക് പോകുന്ന റോഡിൽ അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിന് മുന്നിലായിരുന്നു സംഭവം. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻലാലാണ് പണം തട്ടിയെടുത്തതെന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇയാളുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹെൽമറ്റും ധരിച്ചാണ് കറുത്ത ജൂപ്പിറ്റർ സ്കൂട്ടറിൽ പ്രതി രക്ഷപ്പെട്ടത്. ഷിബിൻലാലിനായി നഗരത്തിലുടനീളം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് അന്വേഷണം. വലിയ ആസൂത്രണത്തോടെയാണ് കവർച്ചയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ 38 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും തനിക്ക് അത് ഇസാഫിലേക്ക് ടേക്ക് ഓവർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നും ഷിബിൻലാൽ ബാങ്കിലെത്തി അറിയിക്കുകയായിരുന്നു. 2 ദിവസം മുൻപാണ് ഈ ആവശ്യവുമായി ഷിബിൻലാൽ എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ ഷിബിൻലാലിന് അക്കൗണ്ട് എടുത്തു നൽകി. തുടർന്ന് ധാരണ പ്രകാരം സ്വർണം ടേക്ക് ഓവർ ചെയ്യുന്നതിനായി ഇസാഫ് ജീവനക്കാരായ അരവിന്ദും മറ്റ് 2 പേരും 40 ലക്ഷം രൂപയുമായി അക്ഷയ ഫൈനാൻസിയേഴ്സിലെത്തി. പണവുമായി അരവിന്ദും ഷിബിൻലാലും സ്ഥാപനത്തിന് തൊട്ടുമുന്നിലെത്തിയപ്പോഴാണ് അരവിന്ദിന്റെ കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ഷിബിൻലാൽ തൊട്ടടുത്തുണ്ടായിരുന്ന സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടത്. അരവിന്ദിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇതേ ആവശ്യം പറഞ്ഞ് ഷിബിൻലാൽ മറ്റ് ചില സ്വകാര്യ ബാങ്കുകളെയും സമീപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം നടത്തിയപ്പോൾ 40 ലക്ഷം രൂപയുടെ സ്വർണം പണയം വയ്ക്കാനുള്ള ആസ്തി ഇയാൾക്കില്ലെന്നറിഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു. ഷിബിൻലാൽ മുൻപ് സ്വർണം പണയം വെച്ചിരുന്നുവെന്നും അത് തിരിച്ചെടുത്തെന്നും അക്ഷയ ഫൈനാൻസിയേഴ്സ് അധികൃതർ പോലീസിനെ അറിയിച്ചു. ഷിബിൻലാൽ വ്യാജ പണയ കാർഡ് നിർമ്മിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഇയാൾക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്.